അങ്ങനെ BTC പുതിയ ഓൾ ടൈം ഹൈ അടിച്ചിരിക്കുകയാണ്. ഒരു പുതിയ ബുൾ റണ്ണിന്റെ ഒരു മെഗാ ഓൾ സീസണിന്റെ മണവും അടിച്ചു തുടങ്ങി. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന്, ക്രിപ്റ്റോയെ കുറിച്ച് മനസ്സിലാക്കി ക്രിപ്റ്റോയിലേക്ക് ഓൺബോർഡ് ആകാൻ, അതായത് വാലറ്റ് എന്താണ്, ബ്ലോക്ക് ചെയിൻ എന്താണ്, എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ മേടിക്കണം എന്നീ കാര്യങ്ങൾ അറിയാതെ ക്രിപ്റ്റോയെ ചുറ്റിപ്പറ്റി നടക്കുന്നവർക്കുള്ള ഒരു ക്ലിയർ ഡയറക്ഷണൽ 1-to-1 സെമിനാർ ഓഫർ. രണ്ടാമത്തത്, എന്തുകൊണ്ട് ബുൾ റൺ കണ്ടിന്യൂ ചെയ്യും, എന്തൊക്കെയാണ് ബുൾ റൺ കണ്ടിന്യൂ ചെയ്യാനുള്ള 6 ഡിഫറെന്റ് ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ along with me, ഫെബിൻ ആൻഡ്രൂസ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഒന്നാമത്തെ കാര്യം ഒരു കിഡിലൻ ഓഫറാണ്. അതായത് എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഡിസ്കഷനിൽ കുറേ എനിക്ക് മനസ്സിലാക്കാൻ പറഞ്ഞ ഒരു കാര്യം, ക്രിപ്റ്റോയെ കുറിച്ച് കേട്ടറിഞ്ഞ് അതിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരുപാട് പേരുണ്ട്. പക്ഷേ പുതിയ ടെക്നിക്കാലിറ്റി കാരണം, അല്ലെങ്കിൽ വാലറ്റ്, ബ്ലോക്ക് ചെയിൻ, സെക്സ്, ഡെക്സ് എന്നിങ്ങനെയുള്ള ടെർമിനോളജി കാരണം കോൺഫിഡൻ്റ് ആയിട്ട് ക്രിപ്റ്റോയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റാതെ അതിൻ്റെ വക്കത്ത് നിൽക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവർ ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളവരായിരിക്കാം, ചിലപ്പോൾ മേ ബി അറൌണ്ട് 30-35 റേഞ്ചിൽ നല്ല ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരായിരിക്കാം. പക്ഷേ ആർക്കാണെങ്കിലും ക്രിപ്റ്റോ ഡെഫിനറ്റ്ലി ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമുക്കറിയാം. അപ്പൊ അത്തരക്കാരെ സഹായിക്കാനായിട്ടാണ് ഒരു ചെറിയൊരു ഓഫർ. അതായത് ബുൾ റൺ തുടങ്ങുകയല്ലേ, ഡെഫിനറ്റ്ലി സം പീപ്പിൾ നീഡ് സം ഹോൾഡിംഗ് ഹാൻഡ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓഫർ. അതായത് നിങ്ങൾക്ക് ക്രിപ്റ്റോയിൽ ഇറങ്ങാൻ താല്പര്യമുണ്ട്, പക്ഷേ ബുക്ക് വായിച്ചിട്ടും കോഴ്സ് എടുത്തിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒരു സോളിഡ് കോൺഫിഡൻസ് എൻട്രി കിട്ടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഡെഫിനറ്റ്ലി വി വിൽ അറേഞ്ച് എ 1-on-1 സെഷൻ, അതും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുക? ചുരുക്കി പറഞ്ഞാൽ വാലറ്റുകൾ എന്താണ്, എങ്ങനെയാണ് ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യുന്നത്, എങ്ങനെ നമ്മുടെ ക്രിപ്റ്റോ സൂക്ഷിക്കണം, എവിടെ നിന്ന് മേടിക്കണം, നമ്മുടെ കയ്യിലുള്ള കറൻസി എങ്ങനെ ഒരു USDT ആക്കി മാറ്റണം, എങ്ങനെ USDT സ്വാപ്പ് ചെയ്ത് നമുക്ക് വേണ്ടത് ക്രിപ്റ്റോ മേടിക്കണം, എങ്ങനെ അത് വാലറ്റിൽ സേഫ് ആയിട്ട് സൂക്ഷിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫ്രീ ആയിട്ട് 1-on-1 സെഷൻ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഡെഫിനറ്റ്ലി ഞങ്ങൾ വിളിച്ച് വി വിൽ സിറ്റ് വിത്ത് യു ആൻഡ് വി വിൽ ഗൈഡ് യു ത്രൂ ദ പ്രോസസ്. അതായത് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് അവസാനം വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് ആണ്. നിങ്ങൾ ഒന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ. അപ്പോൾ നിങ്ങൾ ക്രിപ്റ്റോയിൽ തുടക്കക്കാരായ ഒരു വ്യക്തിയാണെങ്കിൽ, ഈവൻ ബേസിക്സ് വാലറ്റ് കൺസെപ്റ്റ്, ബ്ലോക്ക് ചെയിൻ കൺസെപ്റ്റ് എങ്ങനെ മേടിക്കണം എന്നൊക്കെ അറിയാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ താഴെ കാണുന്ന നമ്പറിലേക്ക്, അതായത് 799-493-4441 ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഫ്രീ എന്ന് വാട്സാപ്പ് അയക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് വി വിൽ അറേഞ്ച് എ 1-hour സെഷൻ ആൻഡ് ഓൺ ബോർഡ് യു ഇൻ ടു ക്രിപ്റ്റോ. ഓഫ് കോഴ്സ് ആ സെഷനിൽ നിങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻസ് ഒക്കെ നടത്താം. ഒരു കാര്യം, കോയിൻ ഡിസ്കഷൻസ് അല്ലെങ്കിൽ കോയിൻ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസ് ഈ സെഷന്റെ ഭാഗമല്ല. ഇത് പ്യുവർലി എഡ്യൂക്കേഷൻ സെഷനാണ്. വാലറ്റുകളെ കുറിച്ചും ഡിഫറെന്റ് ബ്ലോക്ക് ചെയിൻസിനെ കുറിച്ചും എങ്ങനെ കോയിൻ മേടിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു അവയർനെസ് സെഷൻ. പിന്നെ ഓഫ് കോഴ്സ് ഒരുപാട് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1-on-1 സെഷൻ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് വേണ്ടുന്ന ഒരു അപ്രോക്സിമേറ്റ് ടൈം, പ്രത്യേകിച്ച് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരാൾക്ക് 1 മണിക്കൂർ എന്നുള്ളതാണ് എൻ്റെ ഒരു റഫ് എസ്റ്റിമേറ്റ്. അപ്പോൾ അത്രയും പേർക്ക് വെച്ച് ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ള സമയമൊന്നുമില്ല. ഇഫ് ഐ ഗെറ്റ് മെനി എൻട്രി, ഒരുപാട് എൻട്രികൾ വരികയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് ഞാൻ ഫ്രീ ആയിട്ട് 1-on-1 സെഷൻ നടത്തി ക്രിപ്റ്റോയിലേക്ക് ഓൺബോർഡ് ചെയ്യും. ഒരു കാര്യം വ്യക്തമായി പറയാനുള്ളത്, ഇത് ഒരു ക്രിപ്റ്റോ പ്രൊമോഷനോ ക്രിപ്റ്റോ കോയിൻ്റെ റെക്കമെൻഡേഷനോ അല്ല. പക്ഷേ ക്രിപ്റ്റോയെ കുറിച്ച് അറിഞ്ഞ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ, പക്ഷേ തുടക്കത്തിൽ ക്രിപ്റ്റോയിലേക്ക് എൻ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്, അത്ര മാത്രമേ ഇതിന് ഉദ്ദേശമുള്ളൂ. നത്തിങ് മോർ, നത്തിങ് ലെസ്. ആൻഡ് ഇതിന് നിങ്ങളുടെ ചെലവെന്ന് പറയുന്നത് $0, നോ എക്സ്പെൻസ്. പക്ഷേ ഞാൻ ഫുൾ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ക്രിപ്റ്റോയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് 799-493-4441 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സാപ്പ് ഫ്രീ, അത്ര മാത്രം ചെയ്താൽ മതി. വി വിൽ കോൾ യു ആൻഡ് അറേഞ്ച് എ സെഷൻ, അതും 1-to-1. നിങ്ങൾക്ക്
ലൈവായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് ഡിസ്കസ് ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് ക്രിപ്റ്റോ എക്സ്പ്ലോർ ചെയ്യാം. എനിക്ക് ഉറപ്പാണ് ക്രിപ്റ്റോയെ കുറിച്ച് അറിഞ്ഞു വരുന്ന ഒരാൾക്ക് ഇത് ഡെഫിനറ്റ്ലി ഒരു വാല്യൂ ആഡഡ് സർവീസ് ആണ് എന്നുള്ളത്. കാരണം അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. വാലറ്റുകളെ കുറിച്ചും ക്രിപ്റ്റോയെ കുറിച്ചും ഒരു ബേസിക് അവർ വിത്തിൻ 1 hour പുള്ളി ഉണ്ടാക്കി ഓൺബോർഡ് ചെയ്യും. ഇത് നമ്മളൊരു കോഴ്സ് കണ്ട് ഹാൻഡ്സ് ഓൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡുമാണ്. നിങ്ങൾ ക്രിപ്റ്റോയിൽ ഓൾറെഡി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, യൂണിസ്വാപ്പ് പോലുള്ള ഡെക്സ് ഉപയോഗിച്ച് ഓൾറെഡി കോയിൻസ് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ദിസ് കോഴ്സ് ഈസ് നോട്ട് എഫക്റ്റീവ് ഫോർ യു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ദയവ് ചെയ്ത് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബുള്ളൺ വരികയാണ്. സോ കുറേ പേർക്ക് ഇതിൽ കയറി കൂടണമെന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റാർട്ടിംഗ് ബരിയർ ഉണ്ട്. ആ ഒരു ബരിയർ എങ്ങനെയെങ്കിലും കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിൽ നോ കോയിൻ റെക്കമെൻഡേഷൻ, നോ അപ്സെല്ലിംഗ്, നോ റെഫറൽ ആൻഡ് നോ ഫീ ഫോർ കൺസൾട്ടേഷൻ ആസ് വെൽ. അബ്സല്യൂട്ട്ലി സീറോ കോസ്റ്റ്. ഈ ഓഫർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പൊ തന്നെ വാട്സാപ്പിൽ ഫ്രീ എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഇത് ആവശ്യമുള്ള നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ ദയവ് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. ആരെങ്കിലുമൊക്കെ ക്രിപ്റ്റോയെ ഇഷ്ടപ്പെട്ട് അറിഞ്ഞുകൊണ്ട് ക്രിപ്റ്റോയിൽ ഓൺബോർഡ് ആവട്ടെ. ഇനി രണ്ടാമത്തെ ഭാഗം, ക്രിപ്റ്റോ ഓൾ ടൈം ഹൈ അടിച്ചു കഴിഞ്ഞു. അതായത് 110K എന്നുള്ള സീലിംഗിന്റെ മേലെ പോയി 110-12 റേഞ്ചിൽ വന്ന് ഇപ്പോൾ റീടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ക്രേസി പ്രൊഡിക്ഷൻ ആണ്. അതായത് ഇപ്പോൾ BTC ഡൗൺവേർഡ് മൊമെന്റ് ആണ്. എൻ്റെ എക്സ്പെക്ടേഷൻ പ്രകാരം ഒരു 103K അറൗണ്ട് എത്തിയിട്ട് റീബൗണ്ട് ചെയ്യണം. അപ്പോൾ ഒരു റഫ് ടൈം ലൈൻ വെച്ചിട്ട് നെക്സ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് June 17th or 18th, അതായത് നെക്സ്റ്റ് FOMC മീറ്റിംഗ്. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം റേറ്റ് കട്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ചുള്ള FOMC മീറ്റിംഗിൽ അനൗൺസ്മെന്റ് ഉണ്ടാവുമെന്നും അപ്പോൾ ഒരു യൂഫോറിയ വന്ന് ഡെഫിനറ്റ്ലി ബിറ്റ്കോയിൻ 120K അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഡിപ്പെൻഡിങ് ഓൺ ദ മീറ്റിംഗ് ഔട്ട്പുട്ട് ഓഫ് കോഴ്സ്. പക്ഷേ റേറ്റ് കട്ടിനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ആണ് റിയൽ ബുൾ മാർക്കറ്റ് അല്ലെങ്കിൽ ദ മണി ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബുൾ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ബുൾ മാർക്കറ്റിന്റെ സ്റ്റാർസ് എല്ലാം അലൈൻഡ് ആയിട്ടുണ്ട്. അത്തരത്തിലുള്ള 6 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബിറ്റ്കോയിന്റെ ബുൾ മാർക്കറ്റ് തുടങ്ങുന്നത് ഗ്ലോബൽ ലിക്വിഡിറ്റി കൂടുമ്പോഴാണ്. അതായത് ഗ്ലോബൽ മണി സപ്ലൈ കൂടുമ്പോൾ അതിലെ ഒരു ഭാഗം ക്രിപ്റ്റോ എന്നുള്ള അസറ്റ് ക്ലാസ്സിലേക്ക് വരികയും ക്രിപ്റ്റോയിലുള്ള മാർക്കറ്റ് ക്യാപ്പ് കൂടുകയും കോയിൻസിന്റെ പ്രൈസ് സ്വാഭാവികമായി അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു ബുൾ മാർക്കറ്റിന്റെ ട്രിഗർ നടക്കുന്നത് എന്ന്. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ഗ്ലോബൽ മണി ഇഞ്ചക്ഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഏകദേശം $40 ബില്യൺ ആണ് ഗവൺമെന്റ് US ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് ഓൾറെഡി ഇഞ്ചക്ട് ചെയ്തത്. ഇത് ചെയ്യും എന്നല്ല പറയുന്നത്, ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതായത് US ബാങ്കിങ് സെക്ടറിലേക്ക് ഓൾറെഡി $50 ബില്യൺ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എപ്പോഴും പറയുന്ന ഗ്ലോബൽ മണി സപ്ലൈ ഇഞ്ചക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങി കഴിഞ്ഞു എന്നുള്ള അർത്ഥം. രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് തുടക്കത്തിൽ ETF അപ്രൂവൽ വന്നിരുന്ന സൈസിലുള്ള ഇൻഫ്ലോസ് വീണ്ടും തുടങ്ങി. നമ്മൾ ETF ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ETF ഗോ ലൈവ് ആയതിനു ശേഷം ഹ്യൂജ് ഇൻഫ്ലോ ആയിരുന്നു, എവറി ഡേ ഇൻഫ്ലോ ആയിരുന്നു. അതിനുശേഷം കുറെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു, കറക്ഷൻസ് കണ്ടു, വീണ്ടും ETF ഇൻഫ്ലോ തുടങ്ങിക്കഴിഞ്ഞു. ഇതാണ് രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ. മൂന്നാമത്തെ ഇൻഡിക്കേറ്റർ ഒരു കോമൺ സെൻസ് വെച്ചിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. അതായത് ആദ്യത്തെ ETF ഹൈപ്പിന്റെ പിന്നാലെ BTC കയറിക്കൊണ്ടിരുന്നപ്പോൾ ലോട്ട് ഓഫ് ലിവറേജസ് ഉണ്ടായിരുന്നു. എല്ലാവരും ലിവറേജ് വെച്ചിട്ടാണ് BTC മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ലിവറേജ് എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ ആണ്. അതായത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത മണി നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടെന്ന് വിചാരിച്ച് പമ്പ് ചെയ്യുകയാണ് ലിവറേജ്. ഡെറിവേറ്റീവ്സ് അങ്ങനെയാണ്. അപ്പോൾ ലിവറേജ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലിക്വിഡിറ്റി ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ കഴിഞ്ഞ ഡിപ്പില്, അതായത് 110 to 73K ഡിപ്പില് എല്ലാ ലിവറേജസും ഫ്ലഷ്ഡ് ഔട്ട് ആയി. പിന്നീട് വന്നിട്ടുള്ള എക്സ്ട്രാ മണിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കമ്പയർഡ് ടു പ്രീവിയസ് ലിക്വിഡിറ്റി, ഇപ്പോഴത്തെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്. അതായത് പണ്ടത്തെ അത്രയും ഹൈ ലിവറേജസ് പൊസിഷൻസ് ഇപ്പോൾ ഇല്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മുടെ ലിവറേജിന്റെ ചാർട്ട് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇപ്പോൾ റിലേറ്റീവ്ലി ലോ ലിവറേജിലാണ് നിൽക്കുന്നത്. ഈ ഹൈപ്പ് കൂടി 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 ഒരു പോയിന്റ് എത്തുമ്പോൾ വീണ്ടും ഇത് ഹൈ ലിവറേജിൽ എത്തും. അപ്പോൾ വൺസ് അഗെയിൻ ദ സെയിം ഫ്ലഷ് വിൽ ഹാപ്പൻ. പക്ഷെ കറന്റ് ഈ 105-108 റേഞ്ചില് ലിവറേജസ് കുറവാണ്, പക്ഷേ പ്രൈസ് കൂടുതലാണ്. അതിന്റെ അർത്ഥം ഇനിയും BTC മേലേക്ക് പമ്പ് ചെയ്യാനുള്ള ആർട്ടിഫിഷ്യൽ ലിക്വിഡിറ്റി അവിടെ ഇരിക്കുന്നുണ്ട്.
അത് യൂസ് ചെയ്തിട്ടില്ല. അതായത് ലിവറേജസ് ആർ യെറ്റ് ടു കം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് ആണ്. വേറൊന്നുമല്ല, ബി ടി സിയുടെ പ്രൈസ് താഴത്തേക്ക് വന്ന് 50-day മൂവിംഗ് ആവറേജിന് തട്ടി അത് സപ്പോർട്ടായി ആക്ട് ചെയ്ത് റീബൗണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒബ്വിയസ്ലി ബിറ്റ്കോയിൻ ഡൊമിനൻസും അതിനോടനുബന്ധിച്ച് ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും നോർമൽ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അഞ്ചാമത്തെ പോയിന്റ് ആണ് അനദർ ഇൻട്രസ്റ്റിംഗ് മെട്രിക്സ്. എക്സ്ചേഞ്ചുകളിലുള്ള സ്റ്റേബിൾ കോയിൻസിന്റെ സപ്ലൈ കൂടി തുടങ്ങി. അത് മാത്രമല്ല, സ്റ്റേബിൾ കോയിൻ ഇഷ്യൂസ് ആയ ടെതറും സർക്കിൾസും ഒക്കെ USDT USDC ഒക്കെ പ്രിന്റ് ചെയ്ത് തുടങ്ങി. യൂഷ്വലി ഈ പ്രിന്റിംഗ് നടക്കുന്നത് എക്സ്ട്രാ ഡിമാൻഡ് മീറ്റ് ചെയ്യാനാണ്. അത് എക്സ്ചേഞ്ചിൽ വരുന്നത് ട്രേഡിംഗ് എന്നുള്ള അല്ലെങ്കിൽ ബൈ എന്നുള്ള ഒരു കൺസെപ്റ്റ് റിയലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. USDT പ്രിന്റിംഗ് നടന്നു കഴിഞ്ഞാൽ, അത് എക്സ്ചേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ഒരു ബൈ ഹാപ്പൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ബൈ ചെയ്യുന്നത് മറ്റ് ടൈപ്പ് ഓഫ് ക്രിപ്റ്റോ അസറ്റ്സ് ആണ്, BTC അല്ലെങ്കിൽ ഓൾ കോയിൻസ് ആണ്. ഇതുകൊണ്ട് തന്നെ ഇത് ഒരു അപ്വേർഡ് പ്രൈസ് മൂവ്മെന്റ് തുടങ്ങാനുള്ള ഒരു നല്ലൊരു ട്രിഗറാണ്. ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് മാർക്കറ്റ് അപ്പ് ആകണമെങ്കിൽ ലിക്വിഡിറ്റി വേണം. അത് എവിടെ നിന്നൊക്കെ വരും എന്നാണ് നമ്മളിപ്പോൾ അനലൈസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ഗവൺമെന്റ് ഓൾറെഡി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. 2, ലിവറേജസ് ഫ്ലഷ് ഔട്ട് ആയിട്ട് ആൾക്കാരുടെ കയ്യിൽ റിസർവ് ഫണ്ടിലേക്ക് ഇറങ്ങാനുണ്ട്. 3, USDT USDC പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ അടുത്ത ഫൈനൽ ട്രിഗർ പോയിന്റ് ആണ് FOMC മീറ്റിംഗിൽ നടക്കുന്ന റേറ്റ് കട്ട് എന്ന് പറയുന്നത്. റേറ്റ് കട്ട് കുറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നും എങ്ങനെയാണ് ഗ്ലോബൽ ലിക്വിഡിറ്റി വരുന്നതെന്നും അതിന്റെ ഒരു പങ്ക് എങ്ങനെ ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് വരുമെന്നും ഒക്കെ നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഡേറ്റ് എന്ന് പറയുന്നത് June 17th or 18th FOMC മീറ്റിംഗിൽ റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അങ്ങനെ ഇത്തരത്തിലുള്ള 5-6 സ്റ്റാർസ് അലൈൻ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു 120K അറൌണ്ട് June 18th or 20th ആവുമ്പോഴേക്കും എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്ത 2 കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഒന്ന്, ക്രിപ്റ്റോയുടെ ബോർഡറിൽ നിൽക്കുന്ന ക്രിപ്റ്റോയിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് ക്രിപ്റ്റോയിലേക്ക് കയറ്റുന്ന ഒരു ഫ്രീ 1-to-1 സെമിനാർ ഫോർ 10 പേർക്ക് എന്നുള്ള ഓഫറും. 2, എന്തുകൊണ്ടാണ് BTC ഒരു ബുൾ മാർക്കറ്റിലാണ് എന്ന് അനലൈസ് ചെയ്യുന്ന വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. ഓൾസോ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.